ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് വീട്ടമ്മമാർക്കും ചെറിയ കുടുംബങ്ങൾക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. വീട്ടുമുറ്റത്ത് നാടൻ കോഴി വളർത്തി ദിവസവും ചെറിയ വരുമാനം നേടുന്നത് എങ്ങനെ എന്നത്. ഇന്നത്തെ കാലത്ത് വീട്ടുചിലവുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ വീട്ടിൽ തന്നെ ഒരു ചെറിയ വരുമാന മാർഗം ഉണ്ടെങ്കിൽ അത് കുടുംബത്തിന് വലിയ സഹായകമാകും. അതിനുള്ള ഏറ്റവും എളുപ്പവും കുറഞ്ഞ ചെലവുള്ളതുമായ മാർഗമാണ് നാടൻ കോഴി വളർത്തൽ. എന്തുകൊണ്ടാണ് നാടൻ കോഴി? നാടൻ കോഴികൾ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയോട് നന്നായി ഇണങ്ങുന്നവയാണ്. ഇവയ്ക്ക് സാധാരണയായി രോഗപ്രതിരോധ ശേഷി കൂടുതലാണ്. തുറന്ന ഇടങ്ങളിൽ നടക്കുകയും ചെറിയ കീടങ്ങളും സ്വാഭാവിക ഭക്ഷണങ്ങളും കണ്ടെത്തുകയും ചെയ്യുന്നതിനാൽ തീറ്റച്ചെലവ് കുറയുന്നു. ഇന്ന് നാടൻ മുട്ടയ്ക്കും നാടൻ കോഴിക്കുമുള്ള ആവശ്യകത വളരെ കൂടുതലാണ്. അതിനാൽ നല്ല വിലയ്ക്ക് വിൽക്കാൻ കഴിയും. എങ്ങനെ തുടങ്ങാമെന്ന് നോക്കാം. തുടക്കത്തിൽ വലിയ ഫാമുകളുമായി പോകരുത്. 5 നാടൻ കോഴികളുമായി തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. 5 കോഴികളെ കുറച്ച് മാസം ശ്രദ്ധിച്ച് വളർത്തുമ്പോൾ അവയുടെ ശീലങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും മുട്ടയിടുന്ന രീതിയും നമുക്ക് മനസ്സിലാകും. ഇനി അടുത്തത് ദിവസവും എത്ര സമയം വേണമെന്ന് നോക്കാം. പലർക്കും തോന്നും കോഴി വളർത്താൻ വളരെ സമയം വേണമെന്നാണ്. പക്ഷേ സത്യത്തിൽ രാവിലെ 10 മിനിറ്റും വൈകുന്നേരം 10 മിനിറ്റും ചെലവഴിച്ചാൽ മതി. ആ സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത്? തീറ്റ കൊടുക്കുക, വെള്ളം മാറ്റുക, കൂട് വൃത്തിയാക്കുക, കോഴികൾ സുഖമായി ഉണ്ടെന്ന് നോക്കുക. വീട്ടുപണിക്കൊപ്പം തന്നെ വീട്ടമ്മമാർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സംരംഭമാണിത്. വീട്ടിലേക്കുള്ള മുട്ട ബാക്കി വിൽപ്പന. കോഴികൾ ഇടുന്ന മുട്ടയിൽ ആദ്യം വീട്ടാവശ്യത്തിന് വേണ്ടത് എടുത്തു വയ്ക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ശുദ്ധവും പുതുമയുള്ള മുട്ട ലഭിക്കും. ശേഷിക്കുന്ന മുട്ടകൾ നാട്ടിൽ തന്നെ വിൽക്കാം. നാടൻ മുട്ടയ്ക്ക് സാധാരണ മുട്ടയേക്കാൾ കൂടുതൽ വില ലഭിക്കുന്ന സ്ഥലങ്ങൾ പലതുമുണ്ട്. ഇനി അടുത്തത് കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ച് കൂടുതൽ ലാഭം എങ്ങനെ നോക്കാം. നാടൻ കോഴി വളർത്തലിലെ ഏറ്റവും വലിയ ലാഭം കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കുന്നതിലാണ്. നല്ല മുട്ടകൾ അടവെച്ച് കോഴിയെ അടയിരുത്താം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞുങ്ങൾ വിരിയും. ഈ കുഞ്ഞുങ്ങളെ ശ്രദ്ധയോടെ വളർത്തണം. ശുദ്ധജലം, നല്ല തീറ്റ, തണുപ്പിൽ നിന്ന് സംരക്ഷണം, വൃത്തിയുള്ള സ്ഥലം ഇവയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവ നൽകിയാൽ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ വളരും. 2-3 മാസം കഴിഞ്ഞാൽ വരുമാനം എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഈ കുഞ്ഞുങ്ങൾ 2 മുതൽ 3 മാസം വരെ വളർന്നാൽ വിൽക്കാൻ കഴിയും. നാട്ടിൽ ഇത്തരം നാടൻ കുഞ്ഞുങ്ങൾക്കും വളർന്ന കോഴികൾക്കും നല്ല ഡിമാൻഡുണ്ട്. മുട്ട വിൽപ്പനയും കുഞ്ഞുങ്ങളുടെ വിൽപ്പനയും ചേർന്നാൽ ചെറിയ തോതിൽ തന്നെ നല്ല വരുമാനം ലഭിക്കും. ദിവസവും ചെറിയ വരുമാനം എങ്ങനെ നോക്കാം. ഉദാഹരണത്തിന് 5 കോഴികളുമായി തുടങ്ങുക. ദിവസേന മുട്ട ലഭിക്കുകയാണെങ്കിൽ പിന്നെ വീട്ടിൽ വേണ്ടത് ഉപയോഗിക്കുക, ബാക്കി മുട്ട വിൽക്കുക. മുട്ട അടവെച്ച് കുഞ്ഞുങ്ങളെ വിരിയിക്കുക. 2-3 മാസം വളർത്തി വിൽക്കുക. ഇങ്ങനെ സ്ഥിരമായി ചെയ്താൽ ദിവസവും ചെറിയ വരുമാനം, മാസം നല്ലൊരു അധിക വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. കൂട്ടുകാരെ, നാടൻ കോഴി വളർത്തൽ വലിയ നിക്ഷേപം ആവശ്യമില്ലാത്ത ഒരു മികച്ച വീട്ടുവളർപ്പു സംരംഭമാണ്. രാവിലെ 10 മിനിറ്റും വൈകുന്നേരം 10 മിനിറ്റും മാത്രം ചെലവഴിച്ചാൽ പോലും ഇത് നന്നായി നടത്താം. വീട്ടിലേക്കുള്ള ശുദ്ധമായ മുട്ട, കുട്ടികൾക്ക് പോഷകാഹാരം, കൂടാതെ മുട്ടയും കുഞ്ഞുങ്ങളും വഴി സ്ഥിരമായ ചെറിയ വരുമാനം, ഇതെല്ലാം ഒരുമിച്ച് നൽകുന്ന മികച്ച മാർഗമാണ് നാടൻ കോഴി വളർത്തൽ. ഇന്ന് തന്നെ കുറച്ച് കോഴികളുമായി തുടങ്ങൂ. ചെറിയൊരു തുടക്കം തന്നെ ഭാവിയിൽ നല്ലൊരു വരുമാനമായി മാറാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ എത്ര കോഴികളുമായി തുടങ്ങാനാണ്